രാഷ്ട്രീയത്തിന്റെ സജീവതയായിരുന്നു ഒരു കാലത്ത് സോഷ്യലിസ്റ്റ് പാർട്ടികൾ. 1934 ഇന്ത്യയിൽ പിറവികൊണ്ട പാർട്ടിയുടെ അമരത്തുണ്ടായിരുന്നത് ഇന്ത്യ ഇങ്ങു തരൂ, ഞങ്ങൾ കൊണ്ടു നടന്നോളാം എന്ന ചങ്കൂറ്റവുമായി നെഞ്ച് വിരിച്ചു നടന്ന ജയപ്രകാശ് നാരായണനും ഡോക്ടർ രാം മനോഹർ ലോഹിയും ആചാര്യ നരേന്ദ്രദേവുമായിരുന്നു. തകർച്ചകളുടെ പാരമ്യത്തിലും പിളരാൻ അവർക്കൊരു മടിയുമുണ്ടായിരുന്നില്ല. അഭിപ്രായമുള്ളവരുടെ സംഘടനയാകുമ്പോൾ പിളർന്നെന്നു വരും എന്നത് അവരുടെ എല്ലാ കാലത്തെയും ന്യായമായിരുന്നു. കേരളത്തിലും അത്തരത്തിൽ തലയെടുപ്പുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു ആ പാർട്ടിക്ക്. പട്ടം താണുപിള്ള, മത്തായി മാഞ്ഞൂരാൻ, ഡോക്ടർ കെ.ബി. മേനോൻ, എൻ. ശ്രീകണ്ഠൻ നായർ, പി. വിശ്വംഭരൻ, പി. കെ. കുഞ്ഞു സാഹിബ്, അരങ്ങിൽ ശ്രീധരൻ. ആ തലയെടുപ്പുകളുടെ നിര നീണ്ടതാണ്. കേരളത്തിലെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അമരക്കാരനായ ശ്രീധരൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിലാണ് അരങ്ങിൽ ശ്രീധരൻ എന്ന പോരാളി പൊതുപ്രവർത്തനത്തിന്റെ അരങ്ങേറ്റം കുറിക്കുന്നത്. കാലം 1937. അന്ന് വടകര BEM ഹൈസ്കൂളിൽ ശ്രീധരൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. വിലക്കപ്പെട്ട ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷനിൽ ശ്രീധരനും അംഗത്വം എടുത്തു. തുടർന്ന് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഇതോടെ സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായി വിദ്യാർത്ഥി സമരം പൊട്ടി പുറപ്പെടുകയായിരുന്നു. ഒരാഴ്ച നീണ്ടുനിന്ന സമരത്തെ തുടർന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടവരെ തിരിച്ചെടുത്തു. അതൊരു തുടക്കമായിരുന്നു. പിന്നീട് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കാളിയായപ്പോൾ അദ്ദേഹം ഇന്റർമീഡിയറ്റ് വിദ്യാർത്ഥിയായി. ആ സമരത്തിൽ പങ്കെടുത്തതിന് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. ഏറെ ബുദ്ധിമുട്ടിയായിരുന്നു അദ്ദേഹം പിന്നീട് പഠനം പൂർത്തിയാക്കിയത്. ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് അരങ്ങിൽ ഇങ്ങനെ എഴുതി: ക്വിറ്റ് ഇന്ത്യ സമരം എന്റെ ജീവിതത്തിലെ ഒരു നിർണായക വഴിത്തിരിവായിരുന്നു. ഈ സമരം നൽകിയ ആവേശത്തിലാണ് പൊതുജീവിതത്തിലേക്ക് ഞാൻ ആകർഷിക്കപ്പെട്ടത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്ര ഭൂമികയിൽ അധികമാർക്കും അവകാശപ്പെടാനില്ലാത്ത പെരുമ പേറുന്ന പേരാണ് അരങ്ങിൽ ശ്രീധരൻ എന്നത്. ആദർശത്തിന്റെ അരങ്ങിൽ കാലിടറാതെ നടന്നു തീർത്ത വ്യക്തിത്വം. സോഷ്യലിസ്റ്റ്, മികച്ച പാർലമെന്റേറിയൻ, പ്രഭാഷകൻ, കർഷക സമരങ്ങളുടെ മുന്നണി പോരാളി തുടങ്ങി അരങ്ങിലിന്റെ കർമ്മ മേഖലകൾ ഇനിയുമേറെയാണ്. 1934 രൂപവത്കൃതമായ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം മന്ദഗതിയിലായ ഘട്ടത്തിൽ മലബാറിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയെ പുനഃസംഘടിപ്പിക്കാൻ കെ.ബി. മേനോൻ, കെ. കുഞ്ഞിരാമക്കുറുപ്പ്, PM കുഞ്ഞിരാമൻ നമ്പ്യാർ എന്നിവരുടെ നേതൃത്വത്തിൽ സമരം തുടങ്ങിയപ്പോൾ ശ്രീധരനും കൂടെയുണ്ടായിരുന്നു. 1945 കോഴിക്കോട് ചേർന്ന യോഗത്തിൽ CSP സംസ്ഥാന കമ്മിറ്റി രൂപവൽക്കരിച്ചപ്പോൾ ഓഫീസിന്റെ സെക്രട്ടറി അരങ്ങിലായിരുന്നു. പിന്നീട് സോഷ്യലിസം എന്ന മന്ത്രം ഹൃദയത്തിൽ ആവാഹിച്ചുകൊണ്ട് അദ്ദേഹം കേരളത്തിലുടനീളം സഞ്ചരിച്ചു. ജയപ്രകാശ് നാരായൺ 1946 നടത്തിയ കേരള പര്യടനം മുതൽ ദേശീയ നേതാക്കളുടെ പ്രസംഗങ്ങൾ പരിഭാഷപ്പെടുത്തിയിരുന്നത് അരങ്ങിലായിരുന്നു. രാഷ്ട്രീയ പ്രസംഗം മാത്രമായിരുന്നില്ല, ഏത് വിഷയത്തെക്കുറിച്ചും ആധികാരികമായി പഠിച്ച് പ്രസംഗിക്കാൻ അപാരമായ കഴിവ് അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. സാധാരണക്കാരന് നീതി ലഭിക്കുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ഘടന മുന്നോട്ട് വയ്ക്കുന്ന സോഷ്യലിസ്റ്റ് ആശയം ഒരിക്കലും കാലഹരണപ്പെടുകയല്ലെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ നിന്ന് അല്പം വ്യതിചലിച്ചിരുന്നെങ്കിൽ പല ഉന്നത സ്ഥാനങ്ങളും പദവികളും അദ്ദേഹത്തിന് അനായാസം ലഭിക്കുമായിരുന്നു. പക്ഷേ അത്തരം കുറുക്കുവഴികൾ സ്വീകരിക്കുവാൻ അരങ്ങിലിന് കഴിയുമായിരുന്നില്ല. 1948 നവംബർ 26 CSP സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടിയായപ്പോൾ അതിൽ അദ്ദേഹം അംഗത്വമെടുത്തു. കേരളത്തിലെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ എല്ലാ മുന്നേറ്റങ്ങളിലും മാറ്റങ്ങളിലും അരങ്ങിൽ അനിവാര്യ ഘടകമായിരുന്നു. പട്ടം താണുപിള്ള കേരള മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറിയായി. 19 MLA-മാരും 4 MP-മാരുമായി പാർട്ടി കരുത്തു കാട്ടിയപ്പോൾ നേതൃനിരയിൽ നിന്നതും ഇദ്ദേഹം തന്നെയായിരുന്നു. 1952 നാദാപുരം മണ്ഡലത്തിൽ മത്സരിച്ചാണ് പാർലമെന്ററി മേഖലയിലേക്ക് അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നത്. അന്നത് പരാജയപ്പെട്ടു. തുടർന്ന് 67 വടകരയിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിച്ചു. 1.25 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. പാർലമെന്റിൽ ആ പ്രസംഗങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എതിരാളികൾ പോലും ആദരവോടെ പ്രസംഗങ്ങൾ കേട്ടുനിന്നു. ഇംഗ്ലീഷിൽ മനോഹരമായി പ്രസംഗിക്കാനാവുമായിരുന്നിട്ടും ലോക്സഭയിൽ ആദ്യമായി മലയാളത്തിൽ സംസാരിച്ച വ്യക്തി കൂടിയാണ് അരങ്ങിൽ. ഭരണ, കോടതി, പഠനമാധ്യമം മാതൃഭാഷയിലാവണമെന്ന് വാദിച്ചത് വെറുതെയല്ലെന്ന് തെളിയിക്കുകയായിരുന്നു ആ പ്രസംഗത്തിലൂടെ അരങ്ങിൽ ചെയ്തത്. സോഷ്യലിസ്റ്റുകൾ ഹിന്ദിയിൽ മാത്രമേ പ്രസംഗിക്കാവൂ എന്നൊരു അലിഖിത നിയമം നിലവിലുണ്ടായിരുന്നപ്പോഴാണ് അരങ്ങില് ഇംഗ്ലീഷിലും മലയാളത്തിലും അതിധീരം സംസാരിച്ചത്. മൂർച്ചയേറിയതായിരുന്നു അരങ്ങിലിന്റെ പാർലമെന്റ് പ്രസംഗങ്ങൾ. മൂർച്ചയേറിയത് മാത്രമല്ല, അതിശക്തവുമായിരുന്നു ഭാഷാ പ്രയോഗങ്ങൾ. കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വലിയ ശ്രദ്ധയാണ് അരങ്ങില് പുലർത്തിയത്. കോഴിക്കോട് വിമാനത്താവളത്തിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നി പറഞ്ഞു.
അക്കാലത്ത് പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് ഇദ്ദേഹം റെക്കോർഡിട്ടു. ഓരോ ചോദ്യവും സാധാരണ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഐതിഹാസികമായ മുതുകാട് കുടികിടപ്പ് സമരവിജയത്തെക്കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ എഴുതി: എന്റെ ജീവിതത്തിലെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക വിജയമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കുടിയായ്മ നിയമത്തിലെ ജനവിരുദ്ധ സമരമുറകൾക്കെതിരെ മദ്രാസിലേക്ക് പോയ സമരജാഥയുടെ നായകനായിരുന്നു അരങ്ങിൽ. മുതുകാടിൽ മാത്രമല്ല, നൂൽപ്പുഴയിലും രാമന്തളിയിലും പയ്യന്നൂരിലും കിസാൻ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളുടെ മുന്നിലും അദ്ദേഹം ഉണ്ടായിരുന്നു. ജനാധിപത്യം സംരക്ഷിക്കുവാനുള്ള പോരാട്ടങ്ങളിലും അവകാശ പോരാട്ടങ്ങളിലും പങ്കെടുത്തുകൊണ്ട് പലതവണ അദ്ദേഹത്തിന് പോലീസിന്റെ മർദ്ദനമേറ്റു. അടിയന്തരാവസ്ഥ കാലത്ത് 19 മാസമാണ് അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചത്. അമ്മ അസുഖം ബാധിച്ച് കിടപ്പിലായിരുന്ന സമയത്താണ് അരങ്ങിൽ ജയിലിലാവുന്നത്. ഖേദം പ്രകടിപ്പിച്ചാൽ സ്വതന്ത്രനാക്കാമെന്ന വാഗ്ദാനത്തെ ആ വിപ്ലവകാരി തള്ളിക്കളയുകയായിരുന്നു. അരങ്ങിൽ ശ്രീധരനെ വേറിട്ട് നിർത്തുന്നത് അദ്ദേഹം പ്രകടിപ്പിച്ച ഉന്നതമായ മൂല്യബോധവും ആദർശ ധീരതയുമാണ്. ഒരു പൊതുപ്രവർത്തകന്റെ ഏറ്റവും വലിയ സമ്പാദ്യം അതായിരിക്കണമെന്ന് ഉറച്ചു വിശ്വസിച്ച വ്യക്തിത്വം. 1974 സമ്പൂർണ്ണ വിപ്ലവ സന്ദേശവുമായി ജയപ്രകാശ് നാരായണൻ കോഴിക്കോട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആവേശകരമായ പ്രസംഗം എല്ലാ വികാരവും ഉൾക്കൊണ്ട് മൊഴിമാറ്റിയത് അരങ്ങിലായിരുന്നു. 1975 കോഴിക്കോട്ട് സോഷ്യലിസ്റ്റ് പാർട്ടി അഖിലേന്ത്യാ സമ്മേളനം നടന്നപ്പോൾ അരങ്ങിൽ ശ്രീധരൻ ചെയർമാനും MP വീരേന്ദ്രകുമാർ സെക്രട്ടറിയുമായ സ്വാഗത സംഘമാണ് സമ്മേളന നടത്തിപ്പ് ചുമതല വഹിച്ചത്. 1977 ജനതാ പാർട്ടി കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്തിച്ചപ്പോൾ പാർട്ടിയെ നയിച്ച 26 അംഗ ദേശീയ സമിതിയിൽ കേരളത്തിൽ നിന്നുള്ള ഏക അംഗം ശ്രീധരനായിരുന്നു. 1980 ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റും പിന്നീട് 89 ജനതാദൾ രൂപവൽക്കരിച്ചപ്പോൾ അതിന്റെ സംസ്ഥാന പ്രസിഡന്റായും അദ്ദേഹം പ്രവർത്തിച്ചു. പിന്നീട് 91 മുതൽ അഖിലേന്ത്യാ സെക്രട്ടറിയായും അരങ്ങിൽ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നു. പരമ്പരാഗതമായി ലഭിച്ച സ്വത്തുക്കൾ പോലും പൊതുപ്രവർത്തനത്തിനിടയിൽ നഷ്ടപ്പെടുത്തിയ കറ പുരളാത്ത ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചത്. കോഴിക്കോട്ട് ഒരു പ്രതിഷേധ സമരം നയിക്കുന്നതിനിടെ അദ്ദേഹത്തിനും മാർക്സിസ്റ്റ് നേതാവ് MK കേളുവിനും മാനാഞ്ചിറയിലെ അന്നത്തെ ഹജൂർ കച്ചേരിക്ക് മുന്നിൽ വെച്ച് പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റത് പഴയ തലമുറയിലുള്ളവർ എന്നും അനുസ്മരിക്കാറുണ്ട്. 1988 രാജ്യസഭാംഗമായി. 89 VP സിംഗ് മന്ത്രിസഭയിൽ സ്വതന്ത്ര ചുമതലയുള്ള വാണിജ്യകാര്യ സഹമന്ത്രിയായി. അരങ്ങൊഴിയാത്ത വിപ്ലവകാരി ഇന്നും സ്മരണകളായി തന്നെ നിലനിൽക്കുകയാണ് ഓരോരുത്തരിലും.